rejoined the office the very next day and with his colleagues has been working on this issue. Dharmender ji, Sudeep Jain, Chandrabhushan Kumar and Shefali ji and all the friends from print, electronic, social, digital, whatever form of media. We are meeting again today after, I think, our Bihar press conference. And today it is for sharing the details of elections to state assembly elections to പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണ്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മുന്നണികളെല്ലാം തന്നെയും വളരെ ആവേശത്തോടെയാണ് വീണ്ടും ഒരു തുടർഭരണം നേടുമോ എന്നുള്ള ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആ ആത്മവിശ്വാസത്തിലൂടെയാണ് കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത്. തമിഴ്നാട്, അതേപോലെ തന്നെ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കേരളത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ എടുത്തു പറയേണ്ടത് മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ കൂട്ടത്തിൽ തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി നമുക്ക് അറിയാൻ കഴിയും. 2 തവണകളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യത. സംസ്ഥാന സർക്കാരും അത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കോവിഡ് വ്യാപനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 2 തവണയായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അല്പസമയത്തിനകം തന്നെ അറിയാം. 3 മുന്നണികളും കേരളത്തിൽ പ്രത്യേകിച്ച് BJP ഉൾപ്പെടെയുള്ള മുന്നണികൾ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. കാരണം അവർക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ 45 സീറ്റ് പിടിക്കുമെന്നുള്ള ഒരു അവകാശവാദത്തിലാണ് BJP ഉള്ളത്. കോൺഗ്രസിനെ എടുത്തു പറയുകയാണെങ്കിൽ കോൺഗ്രസിന് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത്. അതേസമയം CPM-നെ സംബന്ധിച്ച്, LDF സർക്കാരിനെ സംബന്ധിച്ച് തുടർഭരണം, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് തുടർഭരണമാണ് CPIM-ഉം നോക്കുന്നത്. അതിനാണ് അവർ യുവത്വമുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനൊക്കെ തന്നെ ശ്രമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കും. ഇപ്പോൾ കമ്മീഷൻ ചെയർമാൻ സുശീൽ ചന്ദ്ര, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനാണ്, അദ്ദേഹം സംസാരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള right up to the polling station level and trying to kind of see the process through. With keeping all this in mind, we have kept the leitmotif and theme of National Voters Day 2021, making our voters safe, empowered, informed and vigilant. Last year, when the entire world was confronted with an unprecedented crisis in the form of COVID-19, a whole lot of election management bodies across the democracies were faced with a tough predicament of how to balance the democratic rights of citizens to choose their representatives while also preserving and protecting the health and safety of the people. Many countries hazarded to venture and took the courageous route, in spite of these circumstances, to venture and took courageous decision to go ahead with the elections with some adjustments in the election schedules and other precautions. In the thick of this pandemic, ECI started the kind of test trials with election to 18 seats of Rajya Sabha on June 19, 2020. Admittedly, the electoral college is very limited, but that was a kind of way of starting the process. But after that, and some legislative council elections, came the challenge of Bihar. With 7.3 crore electorate of Bihar, it was indeed a watershed moment for ECI.
it proved to be a kind of litmus test. We have been going under litmus tests before, but this was quite different. And I am glad to report to you that the electorate of Bihar reposed their confidence in the extensive sanitization and health safety measures put in place at polling stations. I would be failing in my duty if I don't tell you that many of our collectors, they suffered from COVID in Bihar, rejoined their duties and saw the process through. One divisional commissioner had this problem. She was still manning 2 divisions. One IG, unfortunately, he passed away due to COVID and other comorbidities. We requested his wife and his daughter to come here for National Voters' Day Award, which was given on a virtual basis by Honorable President of India. I also have with me here Chandrabhushan Kumar, who was in charge of COVID. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കോവിഡിൻ്റെ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വളരെയധികം ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ മുൻനിർത്തി ആണ്. അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വെല്ലുവിളിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് വലിയ വെല്ലുവിളിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു. തെരഞ്ഞെടുപ്പ് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നുമാണ് ഇപ്പോൾ സുനിൽ അറോറ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ സുനിൽ അറോറ പറയുന്നത്. കേരളത്തിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയെന്നുള്ള ഒരു സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യം 7 ജില്ലകൾ വെച്ചായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. രാജ്യസഭയിലേക്കുള്ള ഒഴിവ് വന്ന സീറ്റുകളിൽ ജൂൺ മാസത്തിൽ രാജ്യസഭയിലേക്കുള്ള തീയതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ തീർച്ചയായിട്ടും ഫ്ലെയർ മീഡിയ തന്നെ ഫോളോ ചെയ്യുക. കാരണം അല്പസമയത്തിനകം തന്നെ കൃത്യമായിട്ടുള്ള തീയതികൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് സുനിൽ അറോറ. Conduct of elections, and they start their preparation very quietly months before the actual process. It culminates in the form of a formal announcement. Even otherwise, as a part of the background, besides the background meetings, Shri Umesh Sinha, Secretary General, personally visited Tamil Nadu and Puducherry in January. Shri Dharmendra Sharma, Senior DEC, visited Assam in January and February. Shri Sudeep Jain, DEC. കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് വലിയ വെല്ലുവിളിയാണെന്ന് കമ്മീഷൻ തന്നെ പറയുന്നു. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കമ്മീഷന് ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ 2 ഘട്ടമായിട്ടാണ് നടത്താൻ സൂചന. കാരണം കേരളത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ കോവിഡ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കി മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ എന്നും കമ്മീഷൻ ചെയർമാനായ സുനിൽ അറോറ വ്യക്തമാക്കുന്നു. കോവിഡ് സാഹചര്യമാണ് വലിയ വെല്ലുവിളിയാണ് കേരളത്തിലുള്ളത്. ആരോഗ്യ രംഗത്തെ പ്രതിസന്ധി വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തീയതി പ്രഖ്യാപിക്കുന്നത്. എല്ലാ മുന്നൊരുക്കങ്ങളും കണ്ടതിന് ശേഷം അല്ലെങ്കിൽ എല്ലാ മുന്നൊരുക്കങ്ങളും മനസ്സിലാക്കി സംസ്ഥാനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയും എന്നുള്ള പരിശോധനകൾക്കൊക്കെ ശേഷമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് എന്നാണ് സുനിൽ അറോറ വ്യക്തമാക്കുന്നത്. വീണ്ടും എടുത്തു പറയട്ടെ, ഇലക്ഷൻ കമ്മീഷന്റെ
ഉദ്യോഗസ്ഥരുടെ സൂചനകളനുസരിച്ച് വെറും സൂചനകൾ മാത്രമാണ്, അതൊരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള സൂചന മാത്രമേ ഉള്ളൂ. അത് ഇലക്ഷൻ ഉദ്യോഗസ്ഥരെ, കേന്ദ്ര ഇലക്ഷൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചതുകൊണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്. 2 തവണയായിട്ടായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള സൂചനകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരുമായി ഈ 5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി, വിവിധ പാർട്ടികൾ ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തിയതിനു ശേഷമാണ്, പാർട്ടികളുടെ അഭിപ്രായം തിരക്കിയതിനു ശേഷം മാത്രമാണ് തങ്ങൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. In fact, if you recall, a whole lot of you attended the NVD this time also, as you do every year. We have prepared an entire collage around the common man of R.K. Lakshman to kind of explain and convey the ECI's ethos of how we perceive the elections. The terms of Assam is up to 31st May 2021. Number of assembly seats is 126. Please tell me if you don't catch me, I'll speak again. Term of Assam is 31st May 2021. Number of assembly seats is 126. Reserved seats SC 8, ST 16. Term of Tamil Nadu is 24th May 2021. Number of assembly seats 234. Reserved seats SC 44, ST 2. West Bengal, term of assembly is up to 30th May 2021. Number of assembly seats is 294. SC seats are 68. ST seats are 16. Kerala, the term is up to 1st June. Number of assembly seats is 140. Reserved seats are 14 and for SC and 2 for ST. Puducherry, the term is up to 8th June. Number of assembly seats is 30. Reserved seats SC 5, ST nil. A total of 824 assembly constituencies shall be going for polls during these elections. 18.68 crore electors will cast vote at 2.7 lakh polling stations in these states and UT of Puducherry. More than 3 lakh service vote electors will be availing the facility of electronic transmitted postal ballot system, that is ETPBS. The special summary revision was held with respect to 1/1/21 as the qualifying date and the electoral roll published in January 2021 itself. Because we have reduced due to COVID, we used to have a polling station with maximum 1,500. Now we have made the qualifying thing to be 1,000. We have also ensured that all polling stations are on the ground floor. That is completely non-negotiable. So Assam, the polling stations in 2016 were 24,890. 2021, 33,530. Percentage increase in polling stations 34.71. Tamil Nadu, we had 66,007. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ജൂണിൽ വരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാലാവധി. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത ആണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാരിൻ്റെ കാലാവധിയും ഓരോ സംസ്ഥാനങ്ങളിലെ വോട്ടർമാരുടെ എണ്ണവും അസംബ്ലികളുടെ എണ്ണവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ സുനിൽ അറോറ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് പോകും. കാരണം ഓരോ മുന്നണിയുടെ പ്രവർത്തകരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ടെൻഷനിലേക്കാണ് ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്നത്. കാരണം വാർത്താ സമ്മേളനം 4:30 തന്നെ തുടങ്ങി. ഡേറ്റ് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും തന്നെ, ഈ 5 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ നിൽക്കുന്നത്.
so much. Puducherry is 930. Number of polling stations now is 1559. The increase is 67.63%. Why, my friends, I am trying to mention this is that this also means that much more polling personnel, that much more security personnel, because the norms for the polling personnel and the security personnel remain the same. And although we try that, our CEOs try that the auxiliary polling stations, as we call them, are near the original polling stations so that we can kind of optimize on the utilization of manpower. You are all aware that after taking the inputs from several stakeholders, Commission had issued a set of guidelines for COVID in the context of COVID on 22nd August 2020. The inputs were taken from political parties as well as from our CEOs of all the states and UTs. We also mentioned in that whereas these guidelines are generally as per the NDMA guidelines and issued by Ministry of Home, but at the same time, as is mentioned in the MHA guidelines also, the states can make local variations and local changes, keeping in view their own milieu. However, this is the paradigm. We keep coordinating with the Ministry of Health and keep a very close watch on the health situation in the poll-bound states. The rollout of vaccination program has further contributed to a more positive environment as compared to earlier, and probably is gradually boosting the confidence of people for coming elections. I am glad to report to you that on the recommendations of the Commission, Health Ministry has already declared all our poll officials as frontline workers for vaccination. And the Commission has taken a conscious decision that after all our frontline workers are vaccinated, then only in the headquarters it will start from the, let's say from the MTS, the helpers, and the Commission will get vaccinated in the end and not in the beginning. Elections by definition involve large gatherings of people at various stages of electoral activity, whether it is nomination or campaigning. It is of paramount importance, therefore, to mitigate the likely health impact and reduce chances of transmission among the people. Several steps have been taken to address the issues. You are aware of most of them, but I'll still report. On 22nd October 29, as you are aware, on the recommendation of the Commission, the concept of absentee voters was introduced. Postal ballot facility had been extended as an option, I repeat, as an option, to senior citizens aged 80 years and above, persons with benchmark disability flagged in the electoral roll, and electors occupied or employed in essential services. For example, metros, all these things which the local CEO identifies in close coordination with the DEC of that area, and those notification is accordingly made. Nodal health officers are also appointed at the state district levels to ensure all related arrangements and preventive measures during the entire electoral process. A separate SOP is there for the COVID-19 patients, suspects, quarantined for their voting. That has already been issued by the Commission. Polling time has been uniformly increased. It was done in Bihar also. Again, also it's being repeated by 1 hour. And the decision is taken by the local CEO in close consultation with the DEC concerned.
several processes and procedures have been made available online in order to minimize person-to-person contact and prevent congregation of large number of people. But that doesn't mean that those people cannot exercise cannot adopt offline procedure for those things. The number of persons accompanying a candidate. 5 സംസ്ഥാനങ്ങളിലായി 2.7 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. 18.86 കോടി വോട്ടർമാരാണുള്ളത്. കേരളത്തിൽ 40,771 പോളിംഗ് ബൂത്തുകളാണ് കേരളത്തിൽ ഉള്ളത്. പ്രത്യേകിച്ച് പ്രേക്ഷകർ അറിയാൻ വേണ്ടി കേരളത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ വിവരം. കേരളത്തിൽ 40,771 പോളിംഗ് ബൂത്തുകൾ ഉണ്ട്. മുൻ വർഷങ്ങളിൽ ഇത്രയും ഉണ്ടായിരുന്നില്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും വർധനവ് വന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയണം. 18.86 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ സമ്മതിദാനാവകാശം ചെയ്യാൻ വേണ്ടി, അവരുടെ വോട്ടിംഗ് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. കോവിഡ് സാഹചര്യത്തിൽ കൂടുതൽ ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നു ഇത്തവണ, അതാണ് എടുത്തു പറയേണ്ടത്. 5 സംസ്ഥാനങ്ങളിലായി 2.7 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും 18.86 കോടി വോട്ടർമാരാണ് ഉള്ളത്. 1 മണിക്കൂർ കൂടി അധികത്തിൽ പോളിംഗ് സമയം കൂട്ടും. അതായത് നിലവിൽ 5 മണി വരെ ആയിരുന്നു അല്ലെങ്കിൽ 6 മണി വരെ ആയിരുന്നു പോളിംഗ് എന്നെങ്കിൽ അത് 1 മണിക്കൂറോടെ കൂട്ടി നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. പുതിയ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൻ്റെ പത്രിക നൽകാൻ സ്ഥാനാർത്ഥിക്കൊപ്പം 2 പേരെ മാത്രമേ അകത്തേക്ക് വിടുകയുള്ളൂ. പത്രിക നൽകാൻ 2 പേർ മാത്രം സ്ഥാനാർത്ഥിക്കൊപ്പം പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നു. വോട്ടെടുപ്പ് സമയം 1 മണിക്കൂറായി നീട്ടും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, അസം എന്നിവിടങ്ങളിലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് 2 തെരഞ്ഞെടുപ്പുകൾ ഇത്തവണ നടക്കുന്നുണ്ട്. കേരളത്തിൽ മലപ്പുറത്തെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഇത്തവണ നടക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നണികൾ വലിയ പ്രതീക്ഷയിലാണ്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തപാൽ വോട്ടാണ് വലിയ അപ്ഡേറ്റ്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തപാൽ വോട്ടാണ് ചെയ്തിരിക്കുന്നത്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് തപാൽ വോട്ടാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. Only to West Bengal. Then we released a press release that they were in fact sent on the very day to all the 5 states. So it was not that the teams were sent only to West Bengal. So I don't know where it came from. In any case, you are aware that to ensure optimum use of CAPF. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ബൂത്തുകളുടെ എണ്ണം കൂട്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരണാധികാരിയുടെ അടുത്ത് പോകുന്നത് 2 പേർക്ക് മാത്രമേ പോകുവാൻ പറ്റത്തുള്ളൂ. സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഒരാളും മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള സുപ്രധാന വോട്ടുണ്ട്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തപാൽ വോട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തപാൽ വോട്ടാണ് 80 വയസ്സിന് മുകളിലുള്ളവർക്ക്, അത് ഓപ്ഷനാണ്. വേണമെങ്കിൽ തപാൽ വോട്ട് നൽകാമെന്നുള്ള ഒരു ഇതിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിൻ്റെയും തപാൽ വോട്ടിൻ്റെയൊക്കെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും തീയതി മാത്രം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തീയതിയുടെ കാര്യങ്ങൾ മാത്രം അറിയത്തില്ല. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് വാശിയേറും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട് കേരളത്തിൽ. അത് കേരള ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. വലിയ ആകാംക്ഷയോടുകൂടിയാണ് കേരള ജനത നോക്കി നിൽക്കുന്നത്. കേരള ജനത മാത്രമല്ല, 5 സംസ്ഥാനത്തിനുള്ള കോടിക്കണക്കിന് ജനങ്ങൾ നോക്കിയിരിക്കുന്നത് എന്നാണ് തങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം, പോളിംഗ് ബൂത്തിലേക്ക് എന്നാണ് തങ്ങൾ പോകുക എന്നുള്ള വലിയ ആകാംക്ഷയോടുകൂടിയാണ് ജനങ്ങൾ നോക്കിയിരിക്കുന്നത്. കേരളത്തിൽ 40,771 പോളിംഗ് ബൂത്തുകളാണ് കേരളത്തിൽ ഉള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബൂത്തുകളുടെ എണ്ണം കൂട്ടി എന്നുള്ള സുപ്രധാന വിവരമാണ് ഫ്ലെയർ മീഡിയയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയാനുള്ളത്. 18.86 കോടി വോട്ടർമാരാണ് ഇത്തവണ 5 സംസ്ഥാനങ്ങളിലുമായി വോട്ട് രേഖപ്പെടുത്തുന്നത്. 18.86 കോടി വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനങ്ങളാണ് കാണുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് കമ്മീഷൻ പറയുന്നത്. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. കേരളത്തിൽ കോവിഡിൻ്റെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്നും കമ്മീഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി അറിയാൻ സാധിക്കും. അതിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി തന്നെ വിശദീകരിക്കുകയാണ് കാര്യങ്ങൾ. മുൻകാലങ്ങളിൽ ഇങ്ങനെയല്ലായിരുന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ആദ്യം കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് തീയതി പ്രഖ്യാപിക്കുന്നതിനായിട്ട് പോകുന്നത്. കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് ജൂൺ വരെയാണ് കേരള സർക്കാരിൻ്റെ കാലാവധി. ഈ ജൂൺ വരെ കേരള സർക്കാരിൻ്റെ കാലാവധി ഉള്ളപ്പോൾ ഒരുപക്ഷെ സാധ്യത മെയ്യിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളത്. കാരണം സർക്കാർ കാലാവധി ജൂണിൽ വരെ കിടക്കുമ്പോൾ ഒരുപക്ഷെ മെയ്യിൽ തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത. ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള സാധ്യതയില്ല, അതിനുള്ള കുറവാണ്. ഇപ്പോഴത്തെ വിവരങ്ങൾ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. Kind of in investigation in their own postings for a very long time, and such observers, this time I would like to take out the name of observers. Assam General Observer Shri S. Srinivasan, Odisha, belongs to Odisha, Cadre Odisha, retired IAS from 80 batch. West Bengal Shri Ajay Naik. പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ ആകാംക്ഷയുടെ മുൾമുനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ആളുകളൊക്കെ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. കാരണം നമുക്ക് 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. കോന്നിയിൽ അടൂർ പ്രകാശ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോയി MP ആയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോന്നിയിലും ഇടതുപക്ഷം നേടി. അങ്ങനെ പത്തനംതിട്ട ജില്ല മുഴുവനും ഇടതുപക്ഷം കൊണ്ടുപോയി. ആ സാഹചര്യത്തിൽ ഇത്തവണ വാശിയേറിയ മത്സരം പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി സംബന്ധിച്ചാണ്. ഒരുപാട് ആറന്മുള, അതേപോലെ തന്നെ അടൂർ, റാന്നി, കോന്നി, തിരുവല്ല മണ്ഡലങ്ങളിലൊക്കെ വാശിയേറിയ മത്സരമായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. ഏതായാലും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ വരുന്ന പ്രേക്ഷകർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. വീട് കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രമേ അനുവദിക്കുകയുള്ളൂ. വോട്ടെടുപ്പിൻ്റെ സമയം 1 മണിക്കൂർ വരെ നീട്ടി. പത്രിക നൽകാൻ സ്ഥാനാർത്ഥിക്കൊപ്പം 2 പേർ മാത്രമേ പോകുവാൻ പാടുള്ളൂ. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തപാൽ വോട്ട്. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കൂട്ടി. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പ് 1 മണിക്കൂർ അധികത്തിൽ നൽകുമ്പോൾ 80 വയസ്സ് കഴിഞ്ഞവർക്ക് തപാൽ വോട്ട് നൽകാമെന്നുള്ള ഒരു പുതിയ തീരുമാനത്തിലേക്കും എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിൻ്റെ കാലാവധി നടക്കുന്നത് ജൂൺ വരെയാണ്. ജൂണിലാണ് കേരള സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ മെയ്യിൽ ഒരുപക്ഷെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കാം. മെയ് അവസാന വാരം. ഇത് ശരിയാവണമെന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം, അതായത് തീയതിയുടെ കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന തീയതി ഒരുപക്ഷെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടന്നേക്കാം. അല്പസമയത്തിനകം തന്നെ ഡേറ്റ് അറിയാൻ കഴിയും. കേരളത്തിൽ 40,771 ബൂത്തുകളാണ് ആകെയുള്ളത്. 40,771 ബൂത്തുകളാണ് കേരളത്തിലുള്ളത്. പത്രിക നൽകാൻ സ്ഥാനാർത്ഥിക്കൊപ്പം 2 പേർ മാത്രമാണ് പോകാൻ പറ്റത്തുള്ളൂ. വീട് കയറിയുള്ള പ്രചരണത്തിന് ആകെ 5 പേർ മാത്രം. മുൻപ് അങ്ങനെയായിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും പ്രവർത്തകർ ധാരാളം പേർ കൂട്ടത്തോടെയാണ് വീടുകളിൽ കയറിയിരുന്നുവെങ്കിൽ ഇത്തവണ 5 പേർ മാത്രമേ വീടുകളിൽ കയറിയുള്ള പ്രചരണം നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥാനാർത്ഥി പത്രിക നൽകാൻ, നാമനിർദ്ദേശ പത്രിക നൽകുവാൻ വരണാധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കൂടെ 2 പേർ മാത്രം, സ്ഥാനാർത്ഥിയും മറ്റ് 2 പേർ, അങ്ങനെ 3 പേർക്ക് മാത്രമേ വരണാധികാരിയുടെ അടുത്തേക്ക് കയറി പോകാൻ പറ്റുകയുള്ളൂ. അതും കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ
ദീപക് മിശ്ര IPS കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനാകുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. ദീപക് മിശ്ര IPS ആണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ. അത് ഏറ്റവും പുതിയ വിവരമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ട ചുമതല ദീപക് മിശ്ര IPSനാണ്. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് തപാലിലൂടെ വോട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം വന്നിരിക്കുന്നു. വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രം, വീടുകളിൽ കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രമാണ് ഉള്ളത്. പോളിംഗ് സമയം 1 മണിക്കൂർ നീട്ടി. അത് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും പോളിംഗ് സമയം ഇത്ര നീട്ടിയിരുന്നില്ല. പക്ഷേ പോളിംഗ് ശതമാനം 1 മണിക്കൂർ കൂടി നീട്ടിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ പങ്കുവെക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തീയതി പ്രഖ്യാപനം ഉണ്ടാകും. കമ്മീഷൻ ഇപ്പോഴും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. പ്രേക്ഷകരെ പോലെ ഞങ്ങളും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കേരളത്തിൽ എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള ആകാംക്ഷയിലൂടെ തന്നെയാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ കൂടുതൽ ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നു. 40,771 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ ബൂത്തുകളുടെ എണ്ണം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല. അല്പസമയത്തിനകം അതിൻ്റെ കണക്കുകൾ വന്നതിന് ശേഷം മാത്രമേ എത്ര ബൂത്തുകൾ ഉണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഊഹാപോഹങ്ങളുടെ കണക്കുകൾ ഒന്നും തന്നെയും ഫ്ലെയർ മീഡിയയ്ക്കില്ല. ഫ്ലെയർ മീഡിയ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വാർത്തകൾ അവതരിപ്പിക്കുന്നത്. ഊഹാപോഹങ്ങളോ സൂചനകളോ ഒന്നും തന്നെയില്ല. ഡൽഹിയിൽ നിന്നും കൃത്യമായ കണക്കുകളും വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളൊക്കെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഊഹാപോഹങ്ങളോ സൂചനകളോ ഒന്നും തന്നെയും ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിലെ പ്രത്യേക നിരീക്ഷകനെ കേന്ദ്രം തീരുമാനിക്കും. അത് ആരാണ്? അത് സർക്കാരിൻ്റെ ഒരു കാര്യം തന്നെയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യം തന്നെ. പ്രത്യേക നിരീക്ഷകൻ വേണോ ഇല്ലയോ എന്നുള്ളത് അത് കമ്മീഷൻ 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. ഏറ്റവും സുപ്രധാനമായിട്ട് ആശങ്കയിലാക്കുന്ന, മുന്നണികളെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു, കൂട്ടമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. കലാശക്കൊട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുകയാണ്. അവിടെ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക പ്രഖ്യാപിക്കുന്നത്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. പ്രേക്ഷകർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാക്കുകളിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാക്കുകളിലേക്ക്. Ramadan, all these things, they have been kind of trying to take care. Not only that, I would like to inform you that even when the exams for Central Board of Secondary Educations were being fixed, Umesh Sinha ji had a series of meetings, informal meetings or formal meetings between him and the CBSE authorities, and we try to kind of see what their sensitivities are, and they try to accommodate what our sensitivities are. And the outcome has been that there has been quite a kind of harmonious interaction in that regard. Commission would like to place on record the exceptional cooperation Commission has been getting election after elections in the context of availability and deployment of central forces, MHA, in the context of availability of wagons, Ministry of Railways, Postal Department, and many other agencies. Can't name everybody, but they have been our kind of some of the biggest adjuncts with the Commission, and they perform in the election duties as if they are also a part of ECI. We are really thankful to them. Commission has further strengthened 1950, our unified toll-free voter helpline, to cater to all the queries of voters, including verification of name and polling booth in the electoral roll using its SMS facilities.
As I informed you during Maharashtra elections, the exact number of polling stations which we brought on the ground floor was 5,600. തത്സമയം ഫ്ലെയർ മീഡിയ വാച്ച് ചെയ്യണം. കാരണം പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു മാധ്യമ സ്ഥാപനമാണ് ഫ്ലെയർ മീഡിയ. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്കും അംഗപരിമിതർക്കും പോസ്റ്റൽ ബാലറ്റ് സൗകര്യം തുടരുകയാണ്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് പോസ്റ്റൽ വോട്ടായിരിക്കും ഉള്ളത്. വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രമായിരിക്കും ഉള്ളത്. വാഹന റാലിയിൽ 5 വാഹനങ്ങൾ മാത്രം. വലിയ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. വാഹന റാലിക്ക് 5 വാഹനങ്ങൾ മാത്രം. പത്രികാ സമർപ്പണത്തിന് 2 പേർ മാത്രമായിരിക്കും പത്രികാ സമർപ്പണത്തിലുള്ളത്. പോളിംഗ് സമയം 1 മണിക്കൂർ നീട്ടി ഓൺലൈനായിട്ടും പത്രിക നൽകാം എന്നുള്ള ഒരു വിവരത്തിലേക്കും കൂടെ വന്നു. പ്രചാരണത്തിന് കോവിഡ് ചട്ടം ബാധകമാണ്. കേരളത്തിലും കർശന നിരീക്ഷണത്തിലായിരിക്കും. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്നുള്ള ഒരു വാർത്ത അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 824 മണ്ഡലങ്ങളാണ് ആകെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ളത്. കേരളമടക്കമുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 824 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇവിടേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥനും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകും. അവരെ നിരീക്ഷകനാക്കാമെന്നുള്ള തീരുമാനവും ഇപ്പോൾ വരുന്നു. വീട് കയറിയുള്ള പ്രചരണത്തിനും ആളെ കുറച്ച് 5 പേർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ 5 പേരൊന്നും അല്ലായിരുന്നു. അതിൽ കൂടുതലുള്ള ആളുകളൊക്കെ പ്രചരണത്തിനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് വാഹന റാലിക്ക് പോലും 5 വാഹനങ്ങൾ മാത്രം മതിയെന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ പറയുമ്പോഴും ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളുടെ ഒരു സാഹചര്യം നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ ഹൈറേഞ്ച് മേഖലകളാണ് കൂടുതലും. ഈ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ എങ്ങനെയാണ് 5 വാഹനങ്ങളിൽ പോകുക എന്നുള്ളതൊക്കെ ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഇത് എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയില്ല. അതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് പിന്നീടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഒന്നുമായിട്ടില്ല. കേരളത്തിലടക്കം 5 സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോഴാണ് കമ്മീഷന്റെ ഈ വിലയിരുത്തൽ. കേരളത്തിൽ 40,711 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. കേരളത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 89.65% ഉയർത്തി. 2016 പ്രേക്ഷകർ ശ്രദ്ധിക്കണം, 21,794 പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് 40,000-ലേക്ക് പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. എടുത്തു പറയണം അത്. കാരണം 2016 ഇരട്ടിയാക്കിയിരിക്കുന്നു പോളിംഗ് ബൂത്തുകളുടെ എണ്ണം. കോവിഡിന്റെ മാർഗരേഖയാണ് ഇനി പറയാൻ പോകുന്നത്. വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രം. പത്രികാ സമർപ്പണത്തിന് 2 പേർ. ഓൺലൈനായും പത്രിക നൽകാം. വാഹന റാലിക്ക് 5 വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത്. വാഹന റാലിക്ക് 5 പേർ മാത്രം. 1000 വോട്ടർമാർക്ക് 1 ബൂത്ത്. എല്ലാ ബൂത്തുകളും കെട്ടിടത്തിന് താഴെയായിരിക്കും. എല്ലാ ബൂത്തുകളും കെട്ടിടത്തിന് താഴെയായിരിക്കും. അതൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. പോലീസ് നിരീക്ഷകനായി ദീപക് മിശ്ര IPS പോലീസ് നിരീക്ഷകനായി നിയമിച്ചു. അദ്ദേഹത്തെയാണ് കേരളത്തിന്റെ പോലീസ് നിരീക്ഷകനായി നിയമിച്ചിരിക്കുന്നത്. പോലീസ് നിരീക്ഷിച്ചിരിക്കുന്നത് കേരളത്തിൽ 40,771 പോളിംഗ് ബൂത്തുകൾ. അത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. 40,771 പോളിംഗ് ബൂത്തുകൾ എന്നുള്ള കാര്യം. പോളിംഗ് സമയം 1 മണിക്കൂർ നീട്ടിയെന്ന് എടുത്തു പറയണം. മുതിർന്ന പൗരന്മാർക്കും അംഗപരിമിതർക്കും പോസ്റ്റൽ ബാലറ്റ് സൗകര്യം തുടരും. കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്ക്, പുതുച്ചേരിയിൽ പെട്രോളിന്റെ വില കുറച്ചിരിക്കുന്നു. കേരളത്തിലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉടനെ തന്നെ കുറയും. കാരണം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ആശ്വാസ ഇതുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അറിവിലേക്ക്, പുതുച്ചേരിയിൽ എണ്ണവില കുറച്ചു. അതേപോലെ തന്നെ കേരളത്തിലും എണ്ണവില കുറയ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവാം. കാരണം എല്ലാവരുടെയും കാര്യം എടുത്ത് പറയണമല്ലോ. തുച്ഛമായിട്ടുള്ള വരുമാനമുള്ളവർക്ക് പോലും നിലവിൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അങ്ങനെ വരുന്നൊരു വാർത്ത എടുത്തു പറയേണ്ടതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ വരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാലാവധി.
ആ കാലാവധി കഴിയുന്നതിന് മുൻപ് ഒരുപക്ഷെ മെയ്യിലോ ഏപ്രിലോ ആയിരിക്കും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം. നമുക്കതിനകത്തൊരു വ്യക്തതയില്ല. കാരണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ സൂചനകളോ ഒന്നും തന്നെ പ്രേക്ഷകർക്കായിട്ട് ഫ്ലെയർ മീഡിയ നൽകുന്നില്ല. ഫ്ലെയർ മീഡിയ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ, സത്യസന്ധമായിട്ടുള്ള വാർത്തകളൊക്കെയാണ് ഫ്ലെയർ മീഡിയ പിന്നെ നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഏറ്റവും പുതിയ ഒരു അപ്ഡേഷനിലേക്ക് വരികയാണ്. വിരമിച്ച ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷകരാകും. തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തമിഴ്നാട്ടിലെ കാർഷിക കടങ്ങൾ എല്ലാം എഴുതിത്തള്ളുമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് അല്പം മുമ്പ് സർക്കാർ എടുത്ത ആ ഒരു വലിയ ഒരു നേട്ടമായി, അല്ലെങ്കിൽ തുടർഭരണം എന്ന നിലയിൽ അവർക്ക് പോകാൻ വേണ്ടി അവരെടുത്ത ഒരു ഇതായിരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. കേരളത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നു. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. വാഹന റാലിക്ക് 5 പേർ മാത്രമാണ് വാഹന റാലിയിലേക്ക് 5 വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത്. പത്രികാ സമർപ്പണത്തിന് 2 പേർ, പത്രികാ സമർപ്പണത്തിനായി 2 പേർ മാത്രമേ സ്ഥാനാർത്ഥിക്കൊപ്പം പോകാൻ പറ്റത്തുള്ളൂ. 5 സംസ്ഥാനങ്ങളിലെ 824 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ആകെ 2.7 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകൾ, 3 ലക്ഷം ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കുന്ന തുകയുടെ കാര്യം വന്നിരിക്കുന്നു. 30.8 ലക്ഷം രൂപ മാത്രം. പ്രേക്ഷകരുടെ അറിവിലേക്ക് 30.8 ലക്ഷം രൂപ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് 80 ലക്ഷം 30.80 ലക്ഷം രൂപ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ പറ്റൂ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിവരം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്ന വിവരം അതാണ്. അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തെക്കാളും പൈസ, അതായത് ചെലവഴിക്കാൻ പറ്റുന്ന തുകയുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തത്സമയം ഫ്ലെയർ മീഡിയ ഫോളോ ചെയ്യുക. കാരണം ഞങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റുകൾ എല്ലാം തന്നെയും ഞങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തിക്കും. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര നിരീക്ഷകർ നേരിട്ടെത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിനായിട്ട് വിരമിച്ച ഉദ്യോഗസ്ഥരെയും അവർ നിരീക്ഷകരാകും. വിരമിച്ച ഉദ്യോഗസ്ഥരെയും നിരീക്ഷകരാക്കി വെക്കാനും തീരുമാനമായിട്ടുണ്ട്. പോലീസ് നിരീക്ഷകനായി ദീപക് മിശ്ര സ്ഥാനാർത്ഥികൾ 3 തവണ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അത് പ്രസിദ്ധീകരിക്കണമെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾ അങ്ങനെ തന്നെയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിവരങ്ങൾ തത്സമയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ വിക്കൊക്കെ ഉണ്ടാവും. താങ്കൾ സദയം ക്ഷമിക്കുക. താങ്കൾ ഫ്ലെയർ മീഡിയ ഫോളോ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വളരെയധികം നന്ദി. താങ്കളുടെ കമൻറ്റുകൾ ഇനിയും, നല്ല കമൻറ്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. പത്രികാ സമർപ്പണത്തിനായിട്ട് 2 പേർ മാത്രമേ സ്ഥാനാർത്ഥിക്കൊപ്പം പോകാൻ പറ്റത്തുള്ളൂ. ഓൺലൈനായിട്ടും പത്രിക നൽകാം. 5 സംസ്ഥാനങ്ങളിൽ 824 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കോവിഡ് ബാധിതർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൽ പരമാവധി 30.8 ലക്ഷം രൂപ ചെലവാക്കാമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അതിനെപ്പറ്റിയൊരു വ്യക്തത വരുത്താനുണ്ട്. കാരണം മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്കാണോ അതോ ഒരു മണ്ഡലത്തിൽ എത്ര രൂപയാണോ ചെലവഴിക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരേ സമയം 5 വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വീട് കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രമേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് വാഹന റാലികളിൽ 5 വാഹനങ്ങൾ മാത്രം. അപ്പോൾ കമ്മീഷൻ ഇത്രത്തോളം കോവിഡിൻ്റെ മാർഗരേഖയൊക്കെ പറയുമ്പോഴും എടുത്തു പറയേണ്ടത് കലാശക്കൊട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇത്രയൊക്കെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ കടന്നു പോകുന്നത്. കേരളത്തിൽ 40,771 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 2016 അത് 21,000-ൽ അധികമായിരുന്നു. പക്ഷേ അത് ഇത്തവണ അത് 40,133 പോളിംഗ് ബൂത്തുകളായിട്ട് എത്തിയിരിക്കുകയാണ്.
കേരളത്തിലെ കണക്കുകൾ പറയുമ്പോൾ പത്രികാ സമർപ്പണത്തിന് 2 പേർ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പത്രികാ സമർപ്പണം ഓൺലൈനായിട്ടും നടത്താമെന്നാണ് പുതിയ വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് ഉത്സവങ്ങളും പരീക്ഷകളുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഇപ്പോൾ ആസാമിൻ്റെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലേക്ക് വരികയാണ്. Issue of notification 2nd March. First phase 47 assembly constituencies. Issue of notification 2nd March. Last date of nomination 9th March. Scrutiny of nomination 10th March. Last date of withdrawal of candidature 12th March. Date of poll 27th March. Date of counting 2nd May. I shall not read 2nd May again and again because that is the date of counting is same for all the elections. Am I clear? Can I go to the next? Assam 2nd phase, 39 constituencies. Issue of notification 5th March. Last date of nomination 12th March. Last date of withdrawal of candidature 17th March. Date of poll 1st April. If it is clear, I can go to next. It's clear? പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക്, അസമിൽ 3 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അസമിൽ മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അസമിൽ മാർച്ചിൽ 3 തവണയായിട്ട് മാർച്ച് 27-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. മാർച്ച് 27-ന് അത് അസമിലെ കാര്യമാണ് വരുന്നത്. അസമിൽ 3 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അസമിൽ 3 ഘട്ടം. മാർച്ച് 27. അസമിലെ വോട്ടെണ്ണൽ നടക്കുന്നത് മെയ് 2-ന്. ഒരുപക്ഷെ കേരളത്തിൽ മെയ്യിലായിരിക്കാം എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. കേരളത്തിലെ വോട്ടെടുപ്പ് മെയ്യിലായിരിക്കും നടക്കുന്നത് എന്നുള്ളത്. കേരളമടക്കം 5 വോട്ടെണ്ണൽ മെയ് 2-ന് നടക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഫലപ്രഖ്യാപനം മെയ് 2-ന്. കേരളമടക്കമുള്ള 5 വോട്ടെണ്ണൽ മെയ് 2-ന്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഏപ്രിൽ കേരളം ബൂത്തിലേക്ക് പോവുകയാണ്. ഈ തീയതി മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ മെയ് 2-ന് വോട്ടെടുപ്പ് നടക്കുന്നു. മെയ് 2-നാണ് ഫലപ്രഖ്യാപനം വരുന്നത്. മെയ് 2-നാണ് അറിയുന്നത് 5 സംസ്ഥാനങ്ങളിൽ ആര് ഭരിക്കുമെന്നുള്ള കാര്യം അറിയാൻ പോകുന്നത് മെയ് 5-നാണ്. മെയ് 2-ന് ഫലപ്രഖ്യാപനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ തീയതി വന്നിട്ടില്ല. അസമിന്റെ തീയതി വന്നു. അസമിൽ മാർച്ചിൽ നടക്കും. മാർച്ച് 27-നാണ് അസമിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് വന്നിരിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തീയതി വന്നിരിക്കുന്നു. മെയ് 2. മെയ് 2-നാണ് കേരളത്തിലെ ഫലപ്രഖ്യാപനം നടക്കുന്നത്. കേരള നിയമസഭയിൽ ആരൊക്കെയാണ് ഭരിക്കുന്നത് എന്നുള്ളതും പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നിന്നും ആരായിരിക്കും തിരുവനന്തപുരം പാളയത്തെ നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുക എന്ന് ജനത്തിനറിയാൻ മെയ് 2 വരെ കാത്തിരിക്കും. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 6-ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏപ്രിൽ 6-ന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുവാനുള്ളത്. കേരളത്തിന്റെ തീയതി വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഏപ്രിൽ 6-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏപ്രിൽ 6-നാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഏപ്രിൽ 6-ാം തീയതി പോവുകയാണ്.
ഏപ്രിൽ 6-ാം തീയതി കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്നും അന്നാണ് തെരഞ്ഞെടുപ്പ്. 140 മണ്ഡലങ്ങളിലേക്ക് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. മെയ് 2-ന് അറിയാം ആരാണ് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുക എന്നുള്ളത്. MLA ആയി ആരാണ് മെയ് 2-ന് പോകുന്നത് എന്നത് അറിയാൻ കഴിയും. ഏപ്രിൽ 6-നാണ്, ദിവസങ്ങൾ മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ മുന്നിലുള്ളത്, പാർട്ടികളുടെ മുന്നിൽ ദിവസങ്ങൾ മാത്രം. കേരളത്തിൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അസമിൽ 2 ഘട്ടം ആയിട്ട് നടക്കുന്നു. അസമിൽ 3 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് മാസത്തിൽ ഫലപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏപ്രിൽ 6-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നത് ഏപ്രിൽ 6-ാം തീയതി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒറ്റഘട്ടം, കേരളത്തിൽ ഒറ്റഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഏപ്രിൽ 6-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. കേരളത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയുന്നത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 20-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. ഇന്ന് മുതൽ ഈ വാർത്താ സമ്മേളനം കഴിയുന്നതിന് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുമ്പോൾ മെയ് 2-ാം തീയതി അറിയാം ആരായിരിക്കും ആരൊക്കെയാണ് കേരളത്തിൽ വിജയിച്ചത് എന്നുള്ളത്. മാർച്ച് 12-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് മാർച്ച് 12-ന്. ദിവസങ്ങൾ മാത്രം സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ആകാംക്ഷയായി അല്ലെങ്കിൽ ആശങ്കയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1 മാസം പോലും തീർച്ചയായിട്ടും തികച്ച് അവരുടെ മുന്നിലേക്ക് എടുക്കാനില്ല. പ്രചരണത്തിനാണ് എങ്കിലും ഓടി നടന്ന് പ്രചരണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. കാരണം ഇപ്പോൾ ഫെബ്രുവരി മാസം അവസാനിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് 1 മാസത്തിൽ താഴെ മാത്രമാണ് ഉള്ളത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 20-നാണ് നടക്കുന്നത്. കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ഏപ്രിൽ 6-ന് തെരഞ്ഞെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 2-ന്. മാർച്ച് 12-ന് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നിലവിൽ വരും. ഒറ്റഘട്ടമായി ഏപ്രിൽ 6. പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി മാർച്ച് 22 എന്നീ നിലയിലേക്ക് ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ വന്നു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 20. ദിവസങ്ങൾ മാത്രമാണ് നൽകുന്നത്. പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് തീപാറുന്ന മത്സരം നടക്കുന്ന പത്തനംതിട്ടയിലും സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അവരുടെ അറിവിലേക്ക് നിങ്ങളുടെ വർക്കുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കൂ. കാരണം 1 മാസം പോലും നിങ്ങളുടെ കയ്യിലില്ല. 1 മാസത്തിനകം കേരളം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കിടക്കുകയാണ്. മെയ് 2-ന് കേരളത്തിലെ വോട്ടെണ്ണൽ 5 സംസ്ഥാനങ്ങളിലും ഫലപ്രഖ്യാപനം മെയ് 2-നാണ് നടക്കുന്നത്. മാർച്ച് 12-ന് വിജ്ഞാപനം ഇറങ്ങും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 20. കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ 2-3 ഘട്ടമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ 2016-ൽ കേരളത്തിന്റെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം 21,222 ഇത്തവണ അത് 40,000-ആയി ഉയർന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1 മണിക്കൂർ അധികത്തിൽ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വോട്ടിടുന്നതിൻ്റെ സമയപരിധി 1 മണിക്കൂർ അധികം നീട്ടി നൽകി എന്ന് വേണമെങ്കിൽ പറയാം. അത് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് 1 മണിക്കൂർ അധികമായിട്ട് നീട്ടിയിരിക്കുന്നത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22-നാണ് അവസാന തീയതി. 1 മാസം തികച്ച് സ്ഥാനാർത്ഥികൾക്ക് ഇല്ല. അവർ ആകാംക്ഷയിലേക്കാണ്. സ്ഥാനാർത്ഥികൾ ആരെന്നുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജൂൺ വരെയാണ് കേരളത്തിലെ സർക്കാരിൻ്റെ കാലാവധി. പക്ഷേ തെരഞ്ഞെടുപ്പ് നമുക്ക് മെയ് മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നറിയില്ല. സ്ഥാനാർത്ഥികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ആദ്യം വേണമെന്നുള്ളത്. സർക്കാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ളതാണ്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഏപ്രിൽ 6-ന് തന്നെയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഏപ്രിൽ 6-ന് കേരളത്തിലെ 2 തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഏപ്രിൽ 6. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി. മെയ് 2-ന് ഫലപ്രഖ്യാപനം. മെയ് 2-ാം തീയതി കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലും
ഫലപ്രഖ്യാപനം. മാർച്ച് 12 വിജ്ഞാപനം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 20. അസമിൽ 3 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22. ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും വലിയ രീതിയിലുള്ള കർശന നിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്കൊപ്പം 2 പേർ മാത്രമേ പത്രികാ സമർപ്പണത്തിനായി പോകാൻ പറ്റത്തുള്ളൂ. വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് 5 പേർ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. 5 വാഹന റാലിക്ക് 5 വാഹനങ്ങൾ മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കർശന നിർദ്ദേശങ്ങളാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് എടുത്ത് പ്രേക്ഷകരോട് പറയണമല്ലോ. കാരണം കേരളത്തിലെ കോവിഡിന്റെ വർധനവ്, കോവിഡ് കണക്ക് ഉയരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ രീതിയിലുള്ള ആശങ്കയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത് അവർ എടുത്തു പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആശങ്ക തെരഞ്ഞെടുപ്പിൽ ഈ പെരുകുന്ന കോവിഡ് കണക്ക് വലിയ രീതിയിലുള്ള ആശങ്ക അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വീണ്ടും പുതിയതായിട്ട് വരുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുന്നു. ഏപ്രിൽ 6 കേരളത്തിലെ വോട്ട് എടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 6 കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. മെയ് 2 വോട്ടെണ്ണൽ. കേരളത്തിന്റെ വോട്ടെണ്ണുന്നത് മെയ് 2. മെയ് അന്ന് തന്നെയാണ്, അതായത് മെയ് 6 മലപ്പുറം ലോക്സഭ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. മെയ് 6 തന്നെയാണ്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കേരളത്തിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 6 തന്നെ അവിടെയും നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22. മലപ്പുറം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പും ഏപ്രിൽ 6 നടക്കും. കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 6. പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഏപ്രിൽ 6 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ നടക്കുന്നത് മെയ് 2. മാർച്ച് 12 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒറ്റഘട്ടമായിട്ടാണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 26. മാർച്ച് 21. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22 എന്നീ തീയതികളിലേക്കാണ് ഇപ്പോൾ തീയതികളുടെ എണ്ണം വന്നിരിക്കുന്നത്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6 തന്നെ നടക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സ്ഥാനാർത്ഥികൾക്ക് മുന്നണികളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാം പെട്ടെന്ന് തന്നെ എത്തണമെന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടത്തിയേ പറ്റത്തുള്ളൂ. കാരണം ഫെബ്രുവരി മാസം കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ മുന്നിൽ അല്ലെങ്കിൽ പാർട്ടികളുടെ മുന്നിൽ, മുന്നണികളുടെ മുന്നിൽ 30 ദിവസത്തിൽ താഴെ മാത്രമാണ് ഇനിയുമുള്ളത്. 1 മാസം പോലും അവർക്ക് തികച്ചില്ല. പ്രചരണത്തിനായിട്ടില്ല, മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുമുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ ആകണം എന്നുള്ള ആക്കാനുള്ള ശ്രമങ്ങളാണ് മുന്നണികളും നടത്തുക. ബംഗാളിൽ 8 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. ബംഗാളിൽ ആദ്യഘട്ടം മാർച്ച് 27 നടക്കും. 8 ഘട്ടമായിട്ടാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് എടുത്തു പറയണമല്ലോ. കേരളത്തിൽ ഏപ്രിൽ 6 കേരളം ബൂത്തിലേക്ക് പോകുന്നത്. ഏപ്രിൽ 6 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒറ്റഘട്ടമായി കേരളം ഏപ്രിൽ ബൂത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6. വോട്ടെണ്ണൽ മെയ് 2 എന്ന സുപ്രധാന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22. കേരളത്തിന് പുറമെ 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് വന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 6 എന്നാണ് പുറത്തു വരുന്ന, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതി. വോട്ടെണ്ണൽ മെയ് 2 നടക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടം. പ്രചരണത്തിന് 37 ദിവസം മാത്രം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വെറും 37 ദിവസം മാത്രമാണ് ഉള്ളത്. സ്ഥാനാർത്ഥികളുടെ മുന്നിൽ, മുന്നണികളുടെ മുന്നിൽ വെറും 37 ദിവസം മാത്രം. 37 ദിവസം കൊണ്ട് ഇവർ പ്രചരണത്തിൽ ഇറങ്ങണം. ആരൊക്കെയാണ് നിയമസഭയിലേക്ക്, പാളയത്തുള്ള നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുക എന്നുള്ളത് മെയ് 2 അറിയാം. ആരൊക്കെയാണ് ജയിക്കുക എന്നുള്ളത് അറിയാം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം
നിലവിൽ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഫ്ലെയർ മീഡിയയോടൊപ്പം തന്നെ തുടരണം. ഫ്ലെയർ മീഡിയ പത്തനംതിട്ട ജില്ലയിലെ വ്യത്യസ്തമായ വാർത്തകളും പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ മീഡിയയാണ് ഫ്ലെയർ മീഡിയ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാൻ കഴിയും. തെരഞ്ഞെടുപ്പ് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായിട്ടുള്ള സമഗ്ര വാർത്തകളും സമഗ്ര വാർത്താ വിശേഷങ്ങളും മറ്റുമായി തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനുകളിൽ എല്ലാം തന്നെയും വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്ന് എടുത്തു പറയണം. ഞങ്ങൾ ഈ തത്സമയ സംപ്രേഷണം ഡൽഹിയിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫ്ലെയർ മീഡിയ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പിന്തുണയ്ക്കുക. All 11 assembly constituencies, Calcutta North, all 7 assembly constituencies. As I said in the beginning only, the counting shall be done on 2nd May 2021.